സ്റ്റാൻലി വന്ന് അലീനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറേ ദിവസം കഴിയാണ് കേട്ടോ. വൈജ വിജയശ്രീലാളതിയായി എല്ലാം സ്വന്തമാക്കി എന്നൊരു ഗർവില് അവൾ നേരെ നെടുമുറിക്കൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ബാലനോ മക്കളോ ആരും തന്നെ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അതേസമയത്ത് അവിടെ സ്റ്റാൻലിയും മകളുമായിട്ടുള്ള ആത്മബന്ധം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ വേണ്ട എന്ന് പറഞ്ഞ ഔതക്കുട്ടി തന്നെ അലീനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം അലീന ഉണ്ടാക്കിയെടുത്ത എല്ലാ നയങ്ങളും എല്ലാ കാര്യങ്ങളും വൈജ മാറ്റിമറിക്കുകയാണ്. മക്കളെല്ലാവരും കൂടി ചേർന്ന് ജോലി ചെയ്യുകയും സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ വൈജയ്ക്ക് സഹിക്കാനാവുന്നില്ല കേട്ടോ. ഇതെല്ലാം അലീന ഉണ്ടാക്കിയെടുത്ത ഭരണപരിഷ്കാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തന്നെ മാറ്റിമറിക്കുകയാണ്. അവർക്കിടയിലുള്ള സ്നേഹവും സാഹോദര്യം പോലും അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഒരു ദിവസം വൈജയുമായിട്ട് ബബിത ഭയങ്കരമായിട്ട് അടിയുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം തന്നെ ബബിതയുടെ ഫോണിലേക്ക് അലീന കോൾ ചെയ്യാണ്. ഈ സമയം ബബിത കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ മുറിയിൽ നിന്ന് ബെല്ലടിച്ചുകൊണ്ട് തന്നെ വൈജ പോയിട്ട് ആ ഫോൺ നോക്കുമ്പം അലീന ചേച്ചി എന്ന് കാണുന്നതുകൊണ്ട് ആ ഫോൺ കട്ടാക്കാണ്. ബബിത ചോദിക്കുന്നുണ്ട് ആരാമേന്ന്. റോങ് നമ്പർ ആണെന്ന് പറയാൻ കേട്ടോ. വീണ്ടും കോൾ വരുമ്പോൾ വീണ്ടും അവൾ പോയിട്ട് ഫോൺ കട്ടാക്കി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ ആരാമേ വിളിച്ചേ അതേ റോങ് നമ്പർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. വീണ്ടും ബെല്ലടിക്കുമ്പോഴേക്കും വൈജ പോയി ഫോൺ എടുത്തിട്ട് നിനക്കെന്താടി ഇപ്പം ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നിനക്ക് ചോറിറങ്ങില്ലേ വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ബബിതയ്ക്ക് മനസ്സിലാവാണ് തൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അലീന ചേച്ചി ആയിരിക്കുമെന്ന്. അങ്ങനെ അവൾ നേരെ മുറിയിലേക്ക് പോയിട്ട് ഫോൺ വൈജയോട് പിടിച്ചു മേടിക്കുന്നുണ്ട്. അമ്മ എന്തിനാ ചേച്ചി വിളിക്കുമ്പോൾ ഫോൺ കിട്ടാക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവളെന്തിനാടി നിന്നെയൊക്കെ വിളിക്കുന്നത്? ഇവിടുത്തെ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അവൾ പോയതല്ലേ? നിനക്കൊക്കെ എന്താടി വട്ടുണ്ടോ? ഇവിടെ എത്രയോ വേലക്കാരികൾ വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്പർ മേടിച്ചിട്ട് നിങ്ങളൊക്കെ വിളിക്കുവാണോ ചെയ്യാറ്? പിന്നെ നിന്റെ അപ്പൻ്റെയൊക്കെ അവിഹിതത്തിന് മാത്രം എന്തിനാടി വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവളെ രണ്ടാമയാക്കാനുള്ള എന്തെങ്കിലും ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അമ്മ ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കല്ലേ. ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയെ പോലെയാ. അമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ചേച്ചി ഞങ്ങൾക്ക് എല്ലാമാണ് എന്ന് പറയുമ്പം വൈജി ചോദിക്കുന്നുണ്ട് എടി എവിടെയോ കിടന്നവളാ, ജോലിക്കായിട്ട് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നവളാ, ശരിക്കും കൊല്ലപ്പള്ളിയിലേക്ക് വന്നവളാ. എൻ്റെ അമ്മയെ നോക്കാൻ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവളെ പിന്നെ എന്തിനാടി ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറ്റി കൊണ്ടുവന്നിട്ട് ആ നാശം പിടിച്ചവള് ഇറങ്ങിപ്പോയതല്ലേ? വീണ്ടും എന്തിനാ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അമ്മേ അല്ലെങ്കിൽ ചേച്ചിനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരുന്നില്ല. ചേച്ചിയുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്, അതെന്ന് നടപ്പാവുന്നോ അന്ന് മാത്രമേ വരുവുള്ളെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതേടി അവളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ ഭർത്താവിനെയും മക്കളെയും വേരോടെ പിഴുതങ്ങ് എടുക്കണം, എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം, അതിനുശേഷം അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാനായിരിക്കും അവളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കത്തുകൂടിയില്ല. അമ്മേ എന്നെക്കാട്ടിലും ഒരു 3-4 വയസ്സ് കൂടുതലുള്ളൂ ചേച്ചിക്ക്. പിന്നെ എന്തിനാമേ ഇങ്ങനെ അനാവശ്യം പറയുന്നത്? നമ്മുടെ അച്ഛൻ ആ ചേച്ചീനെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത്. ആദ്യമൊക്കെ അമ്മ പറഞ്ഞത് കേട്ട് ഞാനും ചേച്ചീനെയും അച്ഛനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതിലൊന്നും കഴമ്പില്ല. അവര് ഒരച്ഛനെയും മകളെയും പോലെയാ സ്നേഹിക്കുന്നതെന്ന്. അമ്മ ഇനി എന്നാമേ അത് മനസ്സിലാക്കാം? അമ്മയുടെ മനസ്സിൽ ഈ കറയും കൊച്ചുമ്പോ എന്ന് മാറുന്നോ അന്നേയെല്ലാം നന്നാവുള്ളൂ, ഈ വീട് പോലും നന്നാവുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഈ വീടിന് എന്തായിരുന്നൊരു കുഴപ്പം? 5-6 മാസം മുന്നേ അല്ലടി അവൾ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നത്. അന്ന് മുതലല്ലേ ഈ വീടിന് പ്രശ്നം ഉണ്ടായത് എന്ന് ചോദിക്കാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അലീന ചേച്ചിനെ ഞങ്ങൾ ആരും ഉപേക്ഷിക്കില്ല. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിനകത്ത് ഒരു നിങ്ങല ചേച്ചി പോയത്. ചേച്ചി പോയ ദിവസം ഞങ്ങൾക്ക് ഓർക്കാനും കൂടി വയ്യ. അത്രയധികം ഞങ്ങൾ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മതിയടി നിന്റെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് വൈജി ദേഷ്യപ്പെടുമ്പോൾ വീണ്ടും ബബിത ഫോൺ എടുത്ത് അലീനെ തിരികെ വിളിക്കാൻ തുടങ്ങുകയാണേ. നിന്നോടല്ലടി പറഞ്ഞത് അവളെ വിളിക്കരുതെന്ന്. അമ്മയ്ക്ക് എന്താമേ കുഴപ്പം? എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുള്ളതാ. രാത്രി ഞങ്ങൾ വീഡിയോ കോളും ചെയ്യാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മ ഇന്ന് മാറിപ്പോയേ? എടി അവൾ ഇവിടുന്ന് പറഞ്ഞിട്ട് തന്നെ നിന്റെയും അങ്ങേറെയൊക്കെ മനസ്സിൽ നിന്ന് അവൾ പോവാനായിട്ടാ, അല്ലാതെ ഇതുപോലെ വീണ്ടും വീഡിയോ കോൾ വിളിച്ച് അവളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാനല്ല. മര്യാദയ്ക്ക് ഫോൺ താഴെ വെക്കടി. ഇല്ല അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഫോൺ താഴെ വെക്കില്ല, ഞാൻ അലച്ചിട്ട് വിളിക്കാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് ലോക്ക് അഴിക്കുമ്പോഴേക്കും വൈജ ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട്. ഇവിടെ താടി ഫോൺ എന്ന് പറയാണ്. അമ്മേ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ ഇങ്ങോട്ടുക. അപ്പോഴേക്കും കൃഷ്ണയും രോഹിത്തും
രംഗം വഷളാന്ന് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്. അമ്മയെ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തരാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യരുടെ കയ്യിൽ നിന്നും ബബിത ഫോൺ പിടിച്ചു മേടിക്കാണ്. രോഹി പറയുന്നുണ്ട്, ബബിതെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ, ഞാൻ സമ്മതിക്കില്ല. ചേച്ചിയെ വിളിക്കാൻ ഈ അമ്മ സമ്മതിക്കാത്തതിന്റെ കാരണം അമ്മയുടെ മനസ്സിലുള്ള ഈ ദുശ്ചിന്ത മാത്രമാ. അത് നിന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചു മേടിക്കാൻ കേട്ടോ. വീണ്ടും വൈദ്യ വിളിക്കാൻ സമ്മതിക്കാതെ ഫോൺ പിടിച്ചു മേടിക്കുമ്പം ആ ദേഷ്യത്തിന് അവള് ആ ഫോൺ പിടിച്ചു മേടിച്ച് താറിൽ എറിഞ്ഞ് പൊട്ടിക്കാണ് കേട്ടോ. അപ്പോഴേക്കും അവളുടെ കവളത്ത് വൈദ്യ ആഞ്ഞടിക്കുന്നുണ്ട്. ഇതും കണ്ടോണ്ടായിരിക്കും കേട്ടോ ബാലേന്ദ്രൻ കയറി വരുന്നത്. എന്താ പ്രശ്നമെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രോഹി പറയുന്നുണ്ട്, അലീന ചേച്ചി 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴും അമ്മ കട്ടാക്കി വിട്ടു. ശേഷം അവള് പോയി വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മ ഫോൺ പിടിച്ചു മേടിച്ചു. അതിന് ദേഷ്യത്തിന് ബബിത ഫോൺ എറിഞ്ഞു. അതിന് ദേഷ്യത്തിന് അമ്മ അവളെ അടിച്ചു എന്ന് പറയാണ്. എന്താ ബബിത മോളെ ഇത് എന്നൊക്കെ ചോദിക്കുമ്പം അച്ഛാ, അലീന ചേച്ചി 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ഈ അമ്മ റോങ് നമ്പറാന്ന് പറഞ്ഞ് കട്ടാക്കി. ഞാൻ പിന്നെ വിളിക്കാൻ പോയപ്പം അച്ഛനെയും ചേച്ചിയും ചേർത്ത് ഈ അമ്മ ഓരോ അനാവശ്യം പറയാ. അതും സഹിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും അമ്മ ഫോൺ പിടിച്ച് മേടിച്ചാ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട്. മതി, എല്ലാ ദിവസവും കയറി വരുമ്പോൾ തന്നെ ഓരോ പ്രശ്നങ്ങളാ. ഒരു സമാധാനവും ആരും തരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ബബിത മുറിയിലേക്ക് കയറിപ്പോയി വാതിൽ വലിച്ചടക്കുകയാണേ. അങ്ങനെ വലിച്ചടച്ച് അവൾ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വൈജയും അവളുടെ മുറിയിൽ കയറി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. കൃഷ്ണ ചോദിക്കുകയാണ്, എന്താ ഏട്ടാ ഇത്? ഒരു ദിവസം പോലും ഒരു സമാധാനം ഇല്ലല്ലോ. രോഹി പോയിട്ട് അവളുടെ വാതിലിനെ കൊട്ടുന്നുണ്ടെങ്കിലും അവൾ വാതിൽ തുറക്കുന്നില്ല കേട്ടോ. തുറക്കടി, ഞാനൊരു കാര്യം പറയട്ടെ, നീ തുറന്നേ എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് വീണ്ടും വാതിലിനെ മുട്ടുന്നുണ്ട്. ബബിത തുറക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അകത്ത് കയറി കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. ഇതേ സമയത്ത് അലീന കൃഷ്ണമോളുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ ഇന്ന പോലെയാണ് സംഭവിച്ചെന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കട്ടാക്കിയിട്ട് നേരെ വിളിക്കുന്നത് മനുവിനാണ് കേട്ടോ. മനുവേട്ടൻ വീട്ടിലില്ലെന്ന് ചോദിക്കുമ്പം ഉണ്ടലീന എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. വീട്ടില് ഇതുപോലെ പ്രശ്നമാണ്. ബബിത മുറിയടിച്ച് അകത്ത് കയറി ഇരിക്കുക. മനുവേട്ടൻ ഒന്ന് അങ്ങോട്ട് ചെല്ലുമോ? അവിടെ സീൻ ആകെപ്പാടെ പ്രശ്നമാണ് എന്ന് പറയുമ്പം ആവശ്യത്തിന് മാത്രം മതിയല്ലേ എന്നെ, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയും ചെയ്യാറില്ലല്ലോ. എന്താ മനുവേട്ടായത്? എനിക്ക് ഏറ്റവും വലുത് മനുവേട്ടനല്ലേ. പിന്നെ എൻ്റെ സഹോദരങ്ങളെ മനുവേട്ടൻ്റെ സഹോദരങ്ങൾ കൂടിയല്ലേ എന്നൊക്കെ പറയുമ്പം ശരി ഞാൻ ഇപ്പം തന്നെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ നെടുമുറിക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആ തകർന്ന ഫോണെല്ലാം പറക്കിക്കൂട്ടി കൃഷ്ണ ടേബിളിൽ വച്ചിരിക്കുകയാണ്. കൃഷ്ണമോള് വന്നു കയറിയുടനെ ആഹാ മനുവേട്ടനോ, മനുവേട്ട ഇരിക്ക്, ചായ എടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ബബിത എവിടെ എന്ന് ചോദിക്കുമ്പോൾ മുറിയിലുണ്ടെന്ന് പറയാണ്. ഡൈനിങ് ടേബിളിലെ ഫോൺ കാണുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് ഇറങ്ങി വീണട്ടോ. ഇവിടെ ആകെപ്പാടെ സീനായിരുന്നു മനുവേട്ട. അലീന എന്നെ വിളിച്ചിരുന്നു രോഹിത്തെ, കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. ആണോ? അല്ല, ഞാനേ ബബിത വിളിക്കാൻ വന്നതാ. ബബിത അവരുടെ മുറിയിലല്ലേ? അത് മനുവേട്ട എന്ന് പറയുന്നുണ്ട്. ബബിതയുടെ മുറിയിൽ പോയിട്ട് മനു ഡോറിന് കൂട്ടുന്നുണ്ട് കേട്ടോ. ബബിത തുറക്കുന്നില്ല. ബബിതേ, ഞാൻ മനുവേട്ടനാ എന്ന് പറയുമ്പോഴേക്കും വന്ന് ഡോറ് തുറക്കാണ്. അകത്തേക്ക് മനു കയറാണ്. എന്താ ബബിത ഇത്? ആകെപ്പാടെ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പം മനുവേട്ട ഞങ്ങളല്ല, അമ്മയാ. അമ്മയോട് ഓരോന്നും കാണിച്ചു കൂട്ടുന്ന കാണാം. അത്രയധികം പ്രശ്ന അമ്മ ഉണ്ടാക്കുന്നത്. എന്നിട്ടും സഹിച്ചും ക്ഷമിച്ചും ഞങ്ങൾ മുന്നോട്ട് പോവാ. ഇപ്പൊ തന്നെ അച്ഛനും ചേച്ചിയും ചേർത്ത് ഒരു അനാവശ്യമൊക്കെ പറയാ. അച്ഛൻ്റെ അവിഹിതമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വൃത്തിയോടെ പറഞ്ഞെന്നറിയോ അമ്മ. ഫോൺ വിളിച്ചപ്പോൾ തന്നില്ല, എല്ലാം അലീനോട് പറഞ്ഞു. പിന്നെ ഇപ്പൊ കൃഷ്ണമോളും പറഞ്ഞു ഫോൺ നീ എറിഞ്ഞു പൊട്ടിച്ച കാര്യമൊക്കെ. അതുകൊണ്ട് മോള് ഒന്ന് ക്ഷമിക്ക്. ദേ അലീന ലൈനിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കാൻ കേട്ടോ. അലീനയുടെ ഫോണ് ബബിത മേടിക്കുന്നുണ്ട്. എന്താ മോളെ ഇത്? മോള് ഫോൺ എറിഞ്ഞു പൊട്ടിച്ചോ? ഞാനിപ്പോൾ കൃഷ്ണമോളെ വിളിച്ചപ്പോഴാണ് കൃഷ്ണമോളെ കാര്യമൊക്കെ പറഞ്ഞത്. അമ്മ അങ്ങനെയൊക്കെ കാണിക്കട്ടെ, നമ്മുടെ അമ്മയല്ലേ. അമ്മ നമ്മളെ പ്രസവിച്ച് വളർത്തിയതല്ലേ. അമ്മ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്നങ്ങ് വെച്ച് ക്ഷമിച്ചാൽ പോരെ. മോൾ അതിന് പകരം ചെയ്യേണ്ട കാര്യമുണ്ടോ? ചേച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടാ ചേച്ചി ഞാൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്. അപ്പൊ അമ്മ എൻ്റെ കവളത്ത് ആഞ്ഞടിച്ചു. അത് സാരമില്ല, നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ തല്ലുന്നത് അവരുടെ സ്നേഹം കൊണ്ടാ, അല്ലാതെ അവർക്ക് ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നും അല്ല. എനിക്കൊന്നും ഇന്നേ വരെ അങ്ങനെ തല്ലുപോലും കിട്ടിയിട്ടില്ലെന്ന് മോക്കറിയാലോ. അതൊക്കെ ഒരു ഭാഗ്യ. പിന്നെ മോള് ഇപ്പൊ തന്നെ പോയിട്ട് അമ്മയോടും അച്ഛനോടൊക്കെ സോറി പറയണം. ഞാനോ? അതെ, മോള് തന്നെ.
ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് അതിൻ്റെ വില കൊണ്ടല്ല, അതിൻ്റെ ആ ഒരു കാര്യം മോള് ചെയ്യാൻ പാടില്ലാത്തതല്ലായിരുന്നോ? എന്തൊക്കെ ദേഷ്യമാണെന്ന് പറഞ്ഞാലും ഒരു വസ്തു നശിപ്പിക്കുന്നത് അത് ശരിയായ കാര്യമാണോ? അമ്മയുടെ മുഖത്തടിച്ചതിന് തുല്യമായില്ലേ നമ്മുടെ അമ്മയല്ലേ? അതുകൊണ്ട് മോള് പോയി സോറി പറയണം. അമ്മയോട് മാത്രമല്ല അച്ഛനോടും. പാവ അച്ഛൻ ജോലിയെല്ലാം കഴിഞ്ഞ് കയറി വന്നല്ലേ ക്ഷീണിതനായിട്ട്. ഇതൊക്കെ കാണുമ്പം ആ അച്ഛൻ്റെ മനസ്സിന് തകർന്നു പോവില്ലേ? 2 അറ്റാക്ക് കഴിഞ്ഞ ആളാ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അവളെ കണ്ണുനീര് തുടയ്ക്കുന്നു കേട്ടോ. മനുവിൻ്റെ കയ്യിലേക്ക് ഫോൺ തിരികെ കൊടുക്കുകയാണ്. നേരെ വൈദ്യരെ മുറി തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. എന്തിനാടി നീ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത്? തള്ളെ തല്ലാനോ എന്ന് ചോദിക്കുമ്പം അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാ, സോറി എന്ന് പറയുമ്പോഴേക്കും നിന്റെ സോറി ഇവിടെ ആർക്ക് വേണോടി, ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പോഴേക്കും ഭവിത ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ കേട്ടോ. ഇതാ അമ്മയുടെ കുഴപ്പം. ഞാൻ സോറി പറഞ്ഞപ്പോ അമ്മ പറഞ്ഞത് കേട്ടില്ലേ മനുവേട്ടാ? മനു പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആന്റി പണ്ടേ അങ്ങനല്ലേ, നീ ഒന്ന് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബബിതേനെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞിടാണ്. മനു നേരെ വൈദ്യുടത്തേക്ക് ചെല്ലുന്നുണ്ട്. എൻ്റെ ആന്റി ഇത്. അവള് മനസ്സുകൊണ്ടെല്ലാം മനസ്സിലാക്കി ആന്റിയോട് സോറി പറയാൻ വന്നതല്ലേ. സ്വന്തം മോളല്ലേ ആന്റിയുടെ. ആ സമയത്ത് ചേർത്ത് പിടിച്ച് സാറില്ല മോളെ എന്നല്ലേ പറയേണ്ടത്. അതിന് ആന്റി ഇങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ? ആന്റിയോട് ദേഷ്യം തീർക്കാൻ ആന്റിയുള്ള തല്ലിയില്ലേ? പിന്നെ എന്തിനാ ആന്റി വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ദേ മനു, നിനക്കൊന്നും അറിയില്ല, ഇതെല്ലാം അവള് ആ അലീന പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാ. ഇതുപോലെ എന്നോട് വഴക്കുണ്ടാക്കാനും ഈ വീട്ടില് പ്രശ്നം ഉണ്ടാക്കാനും അവൾ മനഃപൂർവ്വം പറയുന്നതാ. അതെല്ലാം കേട്ടുകൊണ്ടാ ഇവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അതൊക്കെ ആന്റിയുടെ വെറും തോന്നലാ. അലീന ഒരിക്കലും അങ്ങനെ പറയില്ല. ഇപ്പൊ സോറി പറയാൻ പറഞ്ഞത് പോലും അലീനയാ. ഓഹോ, അപ്പൊ നീ ദൂതുമായിട്ട് വന്നതല്ലേ? അവള് പറഞ്ഞിട്ടാണോ ഇവൾ എന്നോട് വന്ന് സോറി പറഞ്ഞത്? എനിക്ക് ആ സോറിയുടെ ആവശ്യമില്ല. എൻ്റെ മക്കളെയെല്ലാം അവൾ വലവേശി പിടിച്ചിരിക്കുകയല്ലേ. എൻ്റെ ഭർത്താവിനെയും നിന്നെയും എൻ്റെ ആങ്ങളമാരെയും അമ്മയും എല്ലാവരെയും. എന്ത് പൂടി കൈവശമാടാ അവൾ എല്ലാവർക്കും കൊടുത്തത് എന്ന് ചോദിക്കാണ്. ആന്റി, അതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ പറയുന്നാലേ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതാ ആന്റിക്ക് നല്ലത്, എനിക്ക് നല്ലത് എന്ന് പറയുന്നില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഇറങ്ങി സോഫയിൽ പോയി ഇരിക്കുകയാണ്. ഈ സമയത്ത് കൃഷ്ണമോള് മനുവിന് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിയ നേരെ ബാലേന്ദ്രൻ മുറിയിലേക്ക് ചെന്നിട്ട് അച്ഛാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അവിടെ ഡെസ്കിൽ ഇങ്ങനെ മുഖം കമ്പത്തി ഇരിക്കുകയായിരിക്കും. കയറി വാ മോളെ എന്ന് പറയുന്നുണ്ട്. അച്ഛാ, അത് പിന്നെ അമ്മ അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ട് വീണ്ടും ഫോൺ തട്ടിപ്പറിച്ചപ്പോൾ എനിക്കെൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അതുകൊണ്ടാച്ചാ സോറി, എന്നോട് ക്ഷമിക്കച്ചാ എന്ന് പറയുമ്പോൾ സാരില്ല മോളെ, പോട്ടെ. മോള് ആ തെറ്റ് തിരുത്താൻ തയ്യാറായല്ലോ, അത് തന്നെയാ ഏറ്റവും വലിയ കാര്യം. തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്നതോടുകൂടി അത് വലിയൊരു കാര്യം തന്നെയാ മോളെ എന്ന് പറയുന്നത് കേട്ടോ. അവളുടെ കവളത്ത് ബാലൻ തടവുന്നുണ്ട്. മോളെ അവൾ അടിച്ചോ എന്ന് ചോദിക്കുമ്പം അതേ അച്ഛാ എന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് മോഹം വീങ്ങിയിട്ടുണ്ടല്ലോ. അച്ഛൻ തൈലം പുറത്തു തരാം എന്ന് പറയുമ്പോൾ വേണ്ടച്ച സാരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭവിത ബാലനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. സാരില്ല മോളെ, അവളുടെ അഹങ്കാരം ഇനി എന്ന് തീരുമെന്ന് എനിക്കറിയില്ല. അവളുടെ അഹങ്കാരവും അഹംഭാവവും ഈഗോയും ഒക്കെ തീർന്നാൽ മാത്രമേ ഈ കുടുംബത്തിന് ഒരു സമാധാനം കിട്ടുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അതൊരിക്കലും നടക്കാൻ പോണില്ല അച്ഛാ. അമ്മയുടെ അഹങ്കാരം തീർന്നെങ്കിൽ അമ്മ മരിക്കണം, അല്ലാതെ അമ്മയുടെ അഹങ്കാരമൊന്നും ഒരിക്കലും തീരില്ല എന്ന് പറയാണ്. അങ്ങനെ മനു തിരിച്ച് വീട്ടിലേക്കും പോകുന്നുണ്ട്. ഇവരെല്ലാവരും അത്താഴമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ സമയത്ത് അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം ബബിത മുറിയിലേക്ക് പോയിരിക്കുന്നുണ്ടേ. ആ സമയത്ത് രോഹിത്ത് ബബിയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ അത്താഴം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട സോറി രോഹിയേട്ടാ. അച്ഛനാണെങ്കിലോ ആകെപ്പാടെ വിഷമത്തിലാ. അച്ഛന് വേണ്ടിയെങ്കിലും കുറച്ച് കഴിക്കായിരുന്നല്ലോ. അച്ഛൻ വിളിച്ചതല്ലേ. സത്യമായിട്ടും എനിക്ക് വേണ്ടിയിരുന്നില്ല, അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ സാരയില്ല. പിന്നെ അയലിന ചേച്ചി എന്ത് പറഞ്ഞു? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, ഒരു കുഴപ്പമില്ല. ഇനി നീ അമ്മയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവണ്ട. അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അമ്മ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ വെറുതെ അമ്മയായിട്ട് അലമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവരുടെ സംസാരം ഇങ്ങനെ ചെറുതായിട്ട് കേട്ടുകൊണ്ട് വൈജി വരുന്നുണ്ട്. എന്താണ് ഇവിടെ രാത്രിയിൽ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ലമ്മേ, ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നതാ എന്ന് പറയുമ്പം ശരിക്കും കാര്യം നിങ്ങൾ ആങ്ങളും പെങ്ങളൊക്കെ ആയിരിക്കും എന്നും വെച്ച് രാത്രി സംസാരമൊന്നും വേണ്ട, മര്യാദയ്ക്ക് നിന്റെ മുറി പോടാ എന്ന് പറയുമ്പോഴേക്കും
ബബിത ചോദിക്കാണ്, ഛേ അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്? ഇതെന്റെ സ്വന്തം ആങ്ങളയാ, എന്റെ കൂടെപ്പിറപ്പ്. പക്ഷെ ഇവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലല്ലോ എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, പലർക്കും പല തെറ്റുകളും സംഭവിക്കും എന്ന് വെച്ച് ജീവിതകാലം മുഴുവനും അവർ അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ അമ്മേ? ഇത് എന്റെ സ്വന്തം ആങ്ങളയാ. അപ്പോൾ എൻ്റെ കൂടെപ്പിറപ്പിന് ഏത് നേരം എൻ്റെ റൂമിലുള്ള അവകാശമുണ്ട്. അമ്മയുടെ മനസ്സ് നിറയെ ദുശ്ചിന്തകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നണേ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു അബദ്ധം സംഭവിച്ചു. ശരിയാ, എൻ്റെ കൂട്ടുകെട്ടും എൻ്റെ പ്രായവും എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിലും എല്ലാം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ കരകയറി ഇപ്പോൾ വേറെ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കാം. അപ്പോൾ എൻ്റെ പെറ്റമ്മ തന്നെ എന്നെ ഇങ്ങനെ പറഞ്ഞാലോ ഞാൻ എങ്ങനെ സഹിക്കും? ഇതെൻ്റെ കൂടെപ്പിറപ്പല്ലേ, എൻ്റെ 2 പെങ്ങന്മാരല്ലേ ഉള്ളത്. അവരുടെ കൂടെ പോലും സംസാരിക്കാനാവില്ലെന്ന് വെച്ചാൽ ഞാൻ തകർന്നു പോകും എന്ന് പറയുമ്പോൾ, വേണ്ടടാ നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ ആ തന്തയല്ലേ നിന്റെ അങ്ങേറെ സ്വഭാവമല്ലേ നിനക്കും വരുവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവളുടെ മുറിയിലേക്ക് രാത്രി വരണ്ടായെന്ന്. അപ്പോഴേക്കും ബബിത പറയാണ്, അമ്മേ ദേ വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. ഞാനിപ്പോ അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യം അങ്ങോട്ട് പറയും. അപ്പ കിട്ടും അമ്മയ്ക്ക് നല്ലത്. എങ്കിൽ വിളിക്കടി, നീ വിളിക്ക് എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ സൗണ്ടും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ മോളെ, എന്താ വീണ്ടും പ്രശ്നം എന്ന് ചോദിക്കുമ്പം, അച്ഛാ രോഹിയേട്ടൻ എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. ഭക്ഷണം കഴിക്കാത്തതിനെ പറ്റിയും അച്ഛനെ വിഷമിപ്പിക്കില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ വന്നതാ. അതും കണ്ടുകൊണ്ട് രാത്രി നീ എന്തിനാ ഈ മുറി നിൽക്കുന്നത്? പെങ്ങളാണെങ്കിലും നീ മുറി വരണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മ മോശമായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലനോട് ദേഷ്യം സഹിക്കാൻ വയ്യാട്ടോ. ബാലൻ അവൻ്റെ കൈ ഇങ്ങനെ ഡെസ്കിന് ഇടിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാവരുടെയും വിചാരം അവരുടെ സ്വന്തം സ്വഭാവം തന്നെയാണ് എല്ലാവർക്കും എന്നാ. പിഴച്ച് നടന്ന കഥകളെല്ലാം നാട്ടിൽ മൊത്തം അറിയാം, ആർക്കും അറിയില്ലെന്നാ പലരും ചിന്ത. അതുകൊണ്ട് മഞ്ഞപ്പിത്തമുള്ളവൻ്റെ കണ്ണിന് കാണുന്നതെല്ലാം മഞ്ഞായിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അത്രയുള്ള മക്കളെ എന്നൊക്കെ പറയുമ്പം വൈജ കലിമൂടെ നിൽക്കാണ്. ആരെയാ നിങ്ങൾ പിഴച്ചോളെന്ന് പറഞ്ഞത്? എന്നെയോ? അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. അവൻ്റെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയുള്ളപ്പോൾ അവൻ രാത്രിയുടെ മുറിയിലേക്ക് പോയത് തെറ്റു തന്നെയാ. അത് എൻ്റെ മക്കളാ. അവൻ എല്ലാം തിരിച്ചറിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് വന്നിരിക്കുക. അവനെക്കുറിച്ച് മോശം പറഞ്ഞുണ്ടല്ലോ, തള്ളയാന്ന് ഞാൻ നോക്കില്ല, അടിച്ചിട്ട് പല്ലിയ മലയിടും, കയറി പൊടിയാത്ത് എന്നും പറഞ്ഞുകൊണ്ട് വൈജയുടെ നേരെ ചീറിപ്പായാണ് കേട്ടോ ബാലേന്ദ്രൻ. ബാലന്റെ കണ്ണിലെ ആ ദേഷ്യവും അവൻ്റെ ആ ഒരു ദേഷ്യപ്രകടനമൊക്കെ കാണുമ്പോൾ വൈജ ശരിക്കും ഒന്ന് പേടിക്കാണ്. മിണ്ടാതെ വൈജ മുറിയിൽ കയറി കഥ അടയ്ക്കുന്നു കേട്ടോ. അപ്പോഴേക്ക് രോഹിത് അവിടെ നിന്ന് കരയുന്നുണ്ട്. ചേ നാണോ ഇല്ലടാ നീ ഇന്ന് കരയാനായിട്ട്? അവൾ നിന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ഇനി നിന്നെ ആരും ഒന്നും പറയാൻ വരില്ല. നിനക്ക് അലീന തന്ന ആത്മവിശ്വാസമൊക്കെ ഇത്രയേ ഉള്ളോ? ഒന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ സഹോദരങ്ങളാ. അവക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവളുടെ സഹോദരൻ രാത്രി അവളോട് സംസാരിച്ചാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? അതുപോലെയുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദുഷിച്ച മനസ്സാ അവൾക്കുള്ളത്. കാണുന്നതല്ല മഞ്ഞ പോലെ അവൾക്ക് തോന്നിക്കും. അതുകൊണ്ട് നിങ്ങളാരും അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ വിഷമിക്കാൻ വേണ്ട. എൻ്റെ മക്കളല്ലേ 2 പേരും എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. രോഹിക്കും ബബിതയ്ക്കും അപ്പോഴാണ് കേട്ടോ ഒന്ന് സമാധാനമാവുന്നത്. അങ്ങനെ രോഹിത്ത് പോയി അവളുടെ മുറിയിൽ കിടക്കുന്നുണ്ട്. ബബിത അവളുടെ മുറിയിലും കിടക്കുകയാണ് കേട്ടോ. ബാലനും കയറി പോകുന്നുണ്ട്. കൃഷ്ണ നടന്ന സംഭവങ്ങളെല്ലാം രാത്രിയിൽ വിളിച്ച് ആലിനോട് പറയാണ്, ഈ അമ്മ എന്താ ഇങ്ങനെയായി പോയത്? രോഹിയെ വീണ്ടും വീണ്ടും അമ്മ ദ്രോഹിക്കുകയാണല്ലോ എന്ന് അലിനെ പറയുമ്പം, അതേ ചേച്ചി എന്ത് ചെയ്യാനാ? രോഹിയേട്ടൻ എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നതല്ലേ. വീണ്ടും സ്വന്തം പെങ്ങളെ വെച്ച് പോലും ഇങ്ങനെ പറഞ്ഞാൽ പാവ രോഹിയേട്ടൻ്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. അത് സാരില്ല കൃഷ്ണമോളെ, ഞാൻ വിളിച്ച് അവനോട് സംസാരിച്ചോളാം. അവൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ ഞാൻ മാറ്റിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് അലീനയ്ക്കും വല്ലാണ്ട് വിഷമമാണ്. അലീന രാത്രിയെല്ലാം ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. താൻ ഒരുപാട് കഷ്ടപ്പെട്ട് കൂട്ടിച്ചേർത്താണ് ആ കുടുംബം. അവരെല്ലാ സ്വഭാവവും വീണ്ടും അതെല്ലാം തകർത്ത് കളയാണല്ലോ അമ്മ എന്നവൾ ഓർത്തുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സ്വന്തം മക്കളെല്ലാവരും അലീന പറഞ്ഞ് അനുസരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാണ്ട് ദേഷ്യം വരികയാണ്. ഇന്നലെ തന്നെ സംഭവിച്ചപ്പോൾ സോറി പറയാൻ വന്നത് അവൾ കാരണമല്ലേ, അതൊന്നും ഇവക്ക് സഹിക്കാനാവുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പം ബബിത ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കൃഷ്ണൻമോളെയും സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത്തിന് സസ്പെൻഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് അവന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് വൈജി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ.
അലീന അവൾ എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പം രോഹി പറയുന്നുണ്ട് കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയതെന്ന് ഞങ്ങൾക്കറിയാം. അല്ല, ആരുടെ വീട്ടിൽ അവൾ പോയെന്ന് വല്ലതും നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ ഒരു എക്സ് മിലിറ്ററിക്കാരനാണെന്നറിയാം എന്ന് പറയുമ്പോൾ വൈജയ്ക്ക് ചെറുതായിട്ട് മനസ്സിന് ഒരു പേടിയാവുന്നുണ്ട്. എക്സ് മിലിറ്ററിക്കാരനോ? അതെ, ഒരു എക്സ് മിലിറ്ററിക്കാരനാ. വേറൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവിടെ 150 ഏക്കറോളം അയാൾക്കൊരു എസ്റ്റേറ്റ് ഉണ്ട്. അതിന് നടുവിലായിട്ട് ഒരു ബംഗ്ലാവും. അവിടെയാ അയലിനെ ചേച്ചിയുടെ ജോലി എന്ന് പറയുന്നുണ്ട്. അപ്പം അയാൾക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കൃഷ്ണൻ പറയാണ്, അമ്മ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഹേയ്, ഒന്നുമില്ല. അവിടെ പോയി അവള് ഏത് കുടുംബം നശിപ്പിച്ചെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അത് പിന്നെ ആ അങ്കിളിന് ഭാര്യയും 3 മക്കളും ഉണ്ട്. അവരെല്ലാം വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നെ ഇയാളെ മാത്രം എന്താ അവിടെ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ചിലപ്പോൾ എസ്റ്റേറ്റ് നോക്കാനായിരിക്കും. അലീനയ്ക്ക് അവിടെ എന്താ ജോലി? അവിടെ കണക്കെഴുത്തോ എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നോക്കാനോ അങ്ങനെ എന്തൊക്കെയോ. അയാൾ അന്ന് ഇവിടെ വന്നല്ലേ അവളെ കൊണ്ടുപോയത്? അതെ, ഇവിടെ വന്നാ കൊണ്ടുപോയത്. എന്താ അമ്മേ കാര്യം എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, നിങ്ങൾ പോകാനിറങ്ങിയതല്ലേ, പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ 3 പേരും വൈജയുടെ തീരുമാനത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ. വൈജ ശരിക്കും ഒരു സംശയത്തിന് നടുവിൽ നിൽക്കുകയാണ്. ആരടുത്തായിരിക്കും അവൾ പോയത് എന്നവർക്ക് അറിയണം കേട്ടോ. അവിടെ നിന്നും അയാളുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ് അവളെ അവിടെ നിന്ന് ചാടിക്കാനുള്ള പണിയാണ് വൈജ നോക്കുന്നത്. അവളെ അവിടെയും ഒരു മോശക്കാരിയാക്കണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് അവൾ എവിടെയാ പോയത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അല്ലാതെ വേറൊന്നും വേണ്ടിയല്ല. അവിടെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് അയാളുടെ ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അവരെ വിളിച്ച് അതായത് സ്റ്റാൻലിയും അലീനയുമായിട്ടൊരു അവിഹിത ബന്ധത്തിലാണെന്ന് വിളിച്ചു പറഞ്ഞ് അവളെ മോശക്കാരിയാക്കാൻ വേണ്ടിയാണ് വൈജയുടെ തീരുമാനം. രാത്രി മൊത്തം ഇരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനം കേട്ടോ. അങ്ങനെയാകുമ്പം ഭാര്യയും മക്കളൊക്കെ ഒന്ന് ഇവളെ ഉപദ്രവിക്കുമല്ലോ. അതൊക്കെയാണ് വൈജയുടെ ആഗ്രഹങ്ങൾ. അങ്ങനെ വൈജ ഇത് ആരുടെ വീട്ടിലാണ് പോയെന്ന് അവൾക്ക് അറിയണമായിരുന്നു. ഗോവർദ്ധനെ വിളിച്ചിട്ട് അവൾ ചോദിക്കുന്നുണ്ട് അലീന അന്ന് പോയത് ആരുടെ വീട്ടിലേക്കാണെന്ന്. ഗോവർദ്ധന സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അതെനിക്ക് അറിയില്ല ചേച്ചി, ഏതൊരു മിലിറ്ററിക്കാരനാണെന്നാ പറഞ്ഞത്, വേറൊന്നും അറിയില്ലെന്ന് പറയുമ്പം നീ പിന്നെന്തിനാ കൂടെ പോയത് എന്ന് ചോദിക്കാണ്. ഞാൻ കൂടെ ഒരു ഡ്രൈവറായിട്ട് പോയെന്നേ ഉള്ളൂ. ബാലേട്ടനകത്ത് കയറി സംസാരിച്ചത് അവരെ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കട്ടാക്കാണ് കേട്ടോ. എന്താ ചേച്ചി കാര്യം എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ലെന്ന് പറഞ്ഞ് കട്ടാക്കുന്നുണ്ട്. അപ്പോഴേ ഗോവർദ്ധന് എന്തിനായിരിക്കും ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വൈജ ഒരു കാര്യം ഓർക്കുന്നത്. അന്ന് രോഹിയും ബബിയൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ കൂട്ടിക്കൊണ്ടു പോകാൻ അയാളോട് വന്നിരുന്നു എന്ന്. അതെന്താ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് വൈജ ആണെങ്കിലോ പോയി CCTV ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ആ ഒരു സമയത്ത് അന്നേ ദിവസം ഡേറ്റ് വെച്ച് ആ CCTVയുടെ ഫുട്ടേജസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുട്ടേജ് എടുത്ത് നോക്കുന്ന സമയത്താണ് വൈജ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഗേറ്റ് കടന്ന് ഒരു കാർ വരുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റാരുമല്ല, 23 വർഷം മുമ്പ് തനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച് തന്നെ ചതച്ചിട്ട് പോയ സ്റ്റാൻലി ജോസഫ്. അയാളാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ബാലൻ അയാളെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കണ്ടുകൊണ്ട് വൈജ ആകെപ്പാടെ ഞെട്ടി വിറച്ച് നിൽക്കാം കേട്ടോ. വീടിനുള്ളിൽ CCTV ഇല്ലാത്തതുകൊണ്ട് വീടിനുള്ളിലെ കാര്യങ്ങളൊന്നും അറിയില്ല. വീണ്ടും പുറത്തേക്ക് സ്റ്റാൻലി ഇറങ്ങിപ്പോണത് അലീനയെ കൊണ്ടാണ് കേട്ടോ. അതെല്ലാം കണ്ടുകൊണ്ട് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് വൈജ. ശരിക്കും സ്റ്റാൻലി ജോസഫ് എന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്? ബാലേട്ടൻ എന്തിനായിരിക്കും സ്റ്റാൻലിയെ കാണാൻ അങ്ങോട്ട് പോയത്? സ്റ്റാൻലി ശരിക്കും ആരാണെന്ന് ബാലേട്ടൻ അറിഞ്ഞു കാണുമോ? അങ്ങനെ 100,000 ചോദ്യങ്ങൾ വൈജയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കോ അയാള് സ്റ്റാൻലിയെ കാണാൻ പോയത്? അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് വൈജയ്ക്ക് തീരെ മനസ്സമാധാനമില്ലാതാവുന്നുണ്ട് കേട്ടോ. അവളുടെ ഉള്ള സമാധാനം പോയി. വൈജയനെ ഒരു കള്ളിയും മോശക്കാരിയുമാക്കാൻ ശ്രമിച്ച അവളുടെ മനസ്സാണ് കേട്ടോ തകർന്നു പോയത്. അങ്ങനെയൊക്കെ കാണിക്കാൻ നോക്കിയ വൈജയ്ക്ക് തന്നെ 8ന്റെ പണി കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ വൈജ ബാലേന്ദ്രൻ അന്ന് അന്വേഷിച്ചു പോയത് എന്തിനാണ്, എങ്ങനെയാണ് സ്റ്റാലിനെ കണ്ടുപിടിച്ചത്, ഈ സ്റ്റാലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അയാൾ അറിഞ്ഞോ, അങ്ങനെയെല്ലാം കണ്ടുപിടിക്കാനായിട്ട് വൈജ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പാർട്ടുകളെല്ലാം നമ്മൾ വരുന്ന ഓരോ ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാകാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.